ഈ ഗസയിൽ അമ്മിഞ്ഞു നുകരുന്ന കുരുന്നു മക്കൾക്ക് നേരെ തീതുപ്പിയ ഇസ്രായേലുകൾക്ക് നെതന്യാഹുവിന് പറയാൻ ന്യായമില്ല. ഈ സുഡാന്റെ മണ്ണിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ എന്തിനാ ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. കൊന്നവന് എന്തിന് കൊന്നുവെന്നും കൊല്ലപ്പെട്ടവർക്ക് എന്തിന് ഞാൻ മരിച്ചുവെന്നും അറിയാത്തിടത്തോളം കാലം ആ ഒരു അവസ്ഥയിലേക്ക് കൊലപാതകം വ്യാപകമാകുന്ന കാലഘട്ടം വരാതെ ലോകം അവസാനിക്കില്ലെന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ കാലഘട്ടമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടമെങ്കിൽ സഹോദരങ്ങളെ, ലോകാവസാനം എത്ര അകലെയാണ് ഇനിയുള്ളത്? എല്ലാ അർത്ഥത്തിലും എല്ലാം തകർന്നവരായപ്പോൾ ചരിത്രത്തിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം ഒരു ഖുതുബ, ഒരു വെള്ളിയാഴ്ച ഒരു ഖതീബ് ഒരു ഖുതുബ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഫലസ്തീൻ്റെ ഗസയിലെ മണ്ണിലായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഖതീബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഖുതുബ, അല്ലയോ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു ഖുതുബയ്ക്കുള്ള ആരോഗ്യം എനിക്കില്ല, ഖുതുബ കേൾക്കാനുള്ള ശേഷിയും നിങ്ങൾക്കില്ല, നമുക്ക് നിസ്കരിക്കാം എന്നായിരുന്നു ആ വെള്ളിയാഴ്ചത്തെ ഖുതുബ. അത്രമേൽ ആ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ നോക്കി നിൽക്കെ മക്കൾ ഛന്ന ഭിന്നമായി ചിതറി വീഴുന്നു. മക്കൾ നോക്കി നിൽക്കെ മാതാപിതാക്കളെ ബന്ദികളാക്കി പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നു. അലക്ഷ്യമായി പാതിരാവിൻ്റെ പഴുതുകളിൽ മാതാപിതാക്കൾ പലായനം ചെയ്യുന്നു. താൻ നോക്കി നിൽക്കെ തൻ്റെ ബന്ധുക്കളും തൻ്റെ മന്ദിരങ്ങളും ഭവനങ്ങളും തീകോളങ്ങളായി ചിതറി വീഴുന്നു. ഈ രാജ്യം മുഴുവനും സർവ്വജനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരം ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല, ഒരു ഫലവും നാം കണ്ടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമെന്നോണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പേരിൽ ഒരു സമാധാനത്തിൻ്റെ കരാറ് രൂപപ്പെട്ടുവെങ്കിൽ ആ കരാറിൻ്റെ മഷി ഉണങ്ങും മുമ്പ് തന്നെ വീണ്ടും ആ കരാർ ലംഘിക്കപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ്റെ മണ്ണിൽ ഇന്നും നരഹത്യ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നൊമ്പരം നാം ഇന്നും മറന്നിട്ടില്ല. ഫലസ്തീൻ്റെ മണ്ണിലേക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ മടങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നും അവർ സാധാരണഗതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ ഇന്ന് വീണ്ടും അഥവാ സമീപ ദിവസങ്ങൾ, സമീപ മാസങ്ങൾ വീണ്ടും ചൂടും ചൂരും ചോരയുടെ മണവും വമിക്കുന്ന കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് സുഡാൻ. അറബിയിൽ സൂദാൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കറുത്തയാളുകൾ ജീവിക്കുന്ന നാട്. കറുത്തയാളുകൾ ജീവിക്കുന്ന നാടെന്ന പേരിൽ സുഡാൻ പ്രസിദ്ധമായിരുന്നുവെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ആ സുഡാൻ 1956 സ്വതന്ത്രമാകുന്നത്. നാളുകൾക്ക് ശേഷം ഏകാധിപതിയായ ഉമറുൽ ബാഷിർ എന്ന് പറയുന്ന ഭരണാധികാരി ആ നാട്ടിൽ ഭരണാധികാരിയായി വരികയും അവൻ്റെ ഏകാധിപത്യത്തിൽ സഹിക്കാൻ കഴിയാത്ത നൊമ്പരങ്ങളാൽ ആ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് സമരരംഗത്തേക്കിറങ്ങുകയും അതിൻ്റെ ഫലമായി 30 വർഷങ്ങൾക്ക് ശേഷം 2019 ജനകീയമായ ഒരു ഭരണകൂടം ആ നാട്ടിലേക്ക് വരികയാണ്. ആ ഭരണകൂടത്തിൽപ്പെട്ട 2 സായുധ സേനാ കമാൻഡറുകൾ, ആ 2 ആളുകളും ഇപ്പോൾ അധികാരത്തിന് വേണ്ടി വീണ്ടും അവർ കലാപത്തിൻ്റെ കൊടി ഉയർത്തിയിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് സുഡാനിൽ ഇനിയും തീയും പുകയും അടങ്ങുന്നില്ല? സുഡാന്റെ മണ്ണിൻ്റെ അന്തർഭാഗത്ത് ഒളിച്ചിരിക്കുന്ന സ്വർണത്തിലേക്കാണ് ആ നാട്ടുകാരൻ്റെ അല്ല അധികാരികൾ കണ്ണുവച്ചു കൊണ്ടിരിക്കുന്നത്. ആ സുഡാന്റെ മണ്ണിൻ്റെ കത്തളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സ്വർണത്തിൻ്റെ ഖനികൾ കൈവശപ്പെടുത്തുവാൻ അധികാരമുണ്ടെങ്കിലേ കഴിയൂന്ന് മനസ്സിലാക്കിയിട്ട് അബ്ദുൽ ഫത്താഹ് ബുർഹാൻ എന്നയാളും ഹംദാൻ എന്ന് പറയുന്നയാളും ഒരു സായുധ സേനയിലെ 2 അംഗങ്ങളായിരുന്നുവെങ്കിൽ ഇന്നവർ 2 ഗ്രൂപ്പുകളായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടത്, ഈ വിഭാഗം ഒരു വിഭാഗമാണ്, അഥവാ ഇസ്ലാമിൻ്റെ മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ
വിശ്വാസമുള്ളവരാണ്, ഹബീബായ തങ്ങളിൽ വിശ്വാസമുള്ളവരാണ്, ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ബോധമുള്ളവരാണ്. പക്ഷേ ദുനിയാവിൻ്റെ ആഡംബരങ്ങളിൽ അധികാരത്തിൽ കണ്ണുമൂടിപ്പോയ മഞ്ഞളിച്ചു പോയ ആ അധികാരികൾ ആ സ്വർണ്ണഖനിയെ കൈവശപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ സഹോദരൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുവാൻ അവർക്ക് മതം തടസ്സമാകുന്നില്ല. തൻ്റെ നാട്ടിൻ്റെ അകത്തളത്തിൽ അഗ്നികുണ്ഠാരങ്ങൾ വാരിക്കൂട്ടി ഇടുവാൻ അവർക്ക് ഇസ്ലാം തടസ്സമാകുന്നില്ല. ഈ ദുനിയാവിൻ്റെ ജീവിതം ശാശ്വതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭരണാധികാരികൾ ആ നാട്ടുകാരെ കുടിയൊഴിപ്പിക്കുവാനും ആ നാട്ടുകാരെ കൊന്നൊടുക്കുവാനും തീരുമാനിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 1 കോടിയോളം ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. 4 കോടി ജനങ്ങൾ ആ നാട്ടിൽ അന്നമില്ലാതെ, ഉടുതുണിയില്ലാതെ, ഭവനമില്ലാതെ കണ്ണീരിൽ മുങ്ങിക്കഴിയുന്നുവെന്ന് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഒരു മീഡിയയും ഈ വാർത്തകളെ പുറത്തേക്ക് എത്തിക്കുന്നില്ല. നമുക്കിത് പ്രശ്നമില്ല. പക്ഷേ നാം ചിന്തിക്കേണ്ടത് സുഡാനിലെ കലാപകാരികൾ മുസ്ലിംകൾ മാത്രമാണ്, ഒരു വിഭാഗം മാത്രമാണ്. അവർക്ക് ലക്ഷ്യം ദുനിയാവും അധികാരവും ഹുങ്കും പത്രാസും മാത്രമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബും വലഹബ്. ഈ ഭൗതിക ജീവിതമുണ്ടല്ലോ സഹോദരങ്ങളെ, വെറും തമാശയാണ്, വെറും വിനോദമാണ്, വെറും നേരം പോക്കാണ്. ഒരു കഥയും അതിലില്ല, ഒരു യാഥാർത്ഥ്യവും അതിലില്ല, ഒരു സ്ഥായിയും സ്ഥിരതയും അതിലില്ല. വലദ്ദാറുൽ ആഖിറത്തി ഖൈറുൻ ലില്ലദീന യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, ഏറ്റവും ഖൈറായത്, ഏറ്റവും നല്ലത് പരലോകമാകുന്നു. അഫലാ തഅഖിലൂൻ. ചിന്തിക്കുന്നില്ല കൂട്ടരെ. നിങ്ങൾ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ടത് മിസൈൽ വികസിപ്പിക്കാനായിരിക്കരുത്, അണുക്കളെ, ആറ്റത്തെ വിഘടിപ്പിച്ച് ഇനിയും എന്തൊക്കെ ഉണ്ടാക്കാമെന്ന രീതിയിലേക്കാകരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന മാലിക്കുൽ മുലൂക്കായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയായി ശാന്തിയോടെ സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വീകരിക്കേണ്ട വഴികളെ കുറിച്ചാകട്ടെ നമ്മുടെ ചിന്തയെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ കലാപത്തിൻ്റെയൊക്കെ ആകത്തുക, കലാപം എവിടെ ആരുണ്ടാക്കിയാലും ലക്ഷ്യം ഈ ഭൗതിക ലോകത്തെ സുഖാസ്വാദനങ്ങളാണ്. ഫലസ്തീൻ്റെ മണ്ണിൽ ഗസയിലെ മക്കൾക്ക് മുമ്പിലേക്ക് ഇസ്രയേൽ തീതുപ്പുമ്പോൾ അവൻ്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല. ഈ ഇസ്രയേൽക്കാരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഫലസ്തീനിനെ അവൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കിക്കൊണ്ട് ബിഹാര കേന്ദ്രമാക്കണമെന്നായിരുന്നു. ആതുരാലയങ്ങൾ തകർക്കുമ്പോൾ, കൊച്ചുമക്കൾക്കെതിരെ ബോംബെറിയുമ്പോൾ, സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവൻ്റെ ആഗ്രഹം ഈ ഇസ്രയേലുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ, വംശം നശിക്കേണ്ടിയിരിക്കുന്നു എന്ന ചിന്തയായിരുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുന്നു, യസീബു ബിൻ ആദമ, ഒരു മനുഷ്യനിൽ നരബാധിക്കും, അവൻ്റെ മുടികൾക്ക് നിറം മാറ്റം സംഭവിക്കും, നര അവനെ പിടികൂടും. എന്തെല്ലാം കെമിക്കൽ ഉപയോഗിച്ചു നാം ആ നരയെ പൊതിഞ്ഞു വച്ചാലും മറച്ചു പിടിച്ചാലും അസ്രായീലിന് ഒരാളെയും മിസ് ചെയ്യില്ല, ഒരു റൂട്ടും പിഴക്കില്ല. സർവ മനുഷ്യനും നര ബാധിക്കും. പക്ഷേ വയസുബ് ഫീഹി ഹസുലത്താൻ, 2 കാര്യങ്ങൾക്ക് നര ബാധിക്കില്ല. 2 കാര്യങ്ങൾക്ക് നര ബാധിക്കില്ല. പ്രായാധിക്യം ബാധിക്കില്ല, അവശതകൾ ബാധിക്കില്ല, ഒരു ക്ഷീണവും ബാധിക്കാത്ത 2 കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനിൽ. ഒന്ന് അൽ ഹിർസു, അത്യാഗ്രഹമാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല. ആ ആഗ്രഹങ്ങൾ എത്രമാത്രം പ്രായാധിക്യം ചെന്നാലും അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധി ഉണ്ടാവുകയില്ല. ബത്തൂലുൽ അമൽ, ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മനുഷ്യൻ മരണത്തോട് മുഖാമുഖം കാണുമ്പോൾ പോലും ശരി, അവൻ്റെ കൽബിൽ ഇനിയും ആഗ്രഹങ്ങൾക്ക് നാമ്പ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഒരു രാജാവ് ഒരു മത്സരം നടത്തുകയാണ്.
പറയുകയാണ്, അഥവാ ഒരു ദൂരദിക്കിൽ മൺകൂന പോലെ സ്വർണത്തിന്റെ കൂമ്പാരം ഒരു രാജാവ് സ്ഥാപിക്കുകയാണ്. എന്നിട്ടോ ഇങ്ങേ തലക്ക് നിന്നും അതിവേഗം കുതിച്ചു പാഞ്ഞ് വേഗമെത്തുന്നയാൾക്ക് ആ സ്വർണത്തിന്റെ കൂന, ആ തങ്കത്തിന്റെ കൂന സ്വായത്തമാക്കാം. 5 ആളുകൾ പങ്കെടുക്കുന്നു. 5-ൽപ്പെട്ട ഒരാൾ ഒരടി മാത്രം ബാക്കി നിൽക്കെ കിതയ്ക്കുന്നു. അയാൾക്ക് 1 ഇഞ്ചിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഒരടി മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ അയാൾക്ക്. അയാൾ ഇപ്പോൾ പിന്തിരിഞ്ഞാൽ നഷ്ടപ്പെടുക ഒരു മൺകൂന കണക്കെയുള്ള സ്വർണത്തിന്റെ കൂനയാണ്. എങ്ങനെയാണ് ഞാൻ പിന്മാറുക? ശേഷിയില്ലാത്തവൻ, കഴിയാത്തവൻ, ക്ഷീണിച്ചവന്റെ കൽബിന്റെ കത്തലത്തിൽ അത്യാഗ്രഹത്തിന്റെ ചിറക് മുളച്ചു. അയാൾ വീണ്ടും ആഞ്ഞോടുന്നു. ആ സ്വർണത്തിന്റെ കൂനയിലേക്ക് അവൻ കമന്നു വീഴും, അതിനെ മുത്തമിടുന്നു. ആ സെക്കൻഡിൽ അവന്റെ ആത്മാവ് അവനെ വിട്ടുപിരിയുകയാണ്. ഒരിക്കലും കഴിയാതിരുന്നവൻ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയാതിരുന്നിട്ട് പോലും അവന്റെ ദുരാഗ്രഹത്തിന്റെ ആധിക്യത്താൽ വീണ്ടും പാഞ്ഞു മുമ്പോട്ടവൻ. അവന്റെ മുഖം കൊണ്ട്, അവന്റെ മൂക്കുകൊണ്ട്, അവന്റെ അധരങ്ങൾ കൊണ്ട് മുത്തമിടാൻ സാധിച്ചുവെങ്കിലും അതിനെ അനുഭവിക്കാനുള്ള അവസരമുണ്ടായിട്ടില്ല. മനുഷ്യനിൽ നരബാധിക്കാത്ത 2 കാര്യങ്ങൾ അവന്റെ ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമാണ് എങ്കിൽ, സഹോദരങ്ങളെ, സുഡാന്റെ പുകയുടെ കാരണം, ഗസ പുകയാനുള്ള കാരണം അത്യാഗ്രഹങ്ങളാണ്, ദുരാഗ്രഹങ്ങളാണ്. ഈ ദുനിയാവിൽ എന്തും ചെയ്യാമെന്ന വ്യാമോഹമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യ, നിന്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴാണ് പരിസമാപ്തി ഉണ്ടാവുക? അൽഹാക്കുമുത്തകാസുർ. നിന്റെ അധികാരമുണ്ടല്ലോ, നിന്റെ സമ്പത്തുണ്ടല്ലോ, അതിലേക്കുള്ള മോഹമുണ്ടല്ലോ, അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. എപ്പോഴാണ് ആ അധികാരത്തിലേക്കുള്ള, ആ ആഗ്രഹങ്ങളിലേക്കുള്ള ആ ചിറക് എപ്പോഴാണ് താഴ്ന്നു പോവുക? ഹത്താ സുർതുമുൽ മഖാബിർ. നിന്നെ 3 കെട്ടും കെട്ടി അതാ ബന്ധുമിത്രാദികളും ഭാര്യ സന്താനങ്ങളും വീട്ടിൽ നിന്നും യാത്രയാക്കുമല്ലോ. പരൻ വിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ, ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. സഹോദരങ്ങളെ, ശുജാഇയായി നീ ഭൂമിയിൽ വാഴുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അജൽ പൂർത്തിയാക്കിയുള്ള കൽപ്പന അവൻ പുറപ്പെടുവിക്കുമ്പോൾ ഖാബിലുൽ അർവാഹ് മലക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ പേരെഴുതിയ ബുക്കുമായി നിന്റെ പടിവാതിൽക്കലേക്ക് എത്തി വന്നുകൊണ്ട് നിന്റെ ആത്മാവിനെയും പിടിച്ചുകൊണ്ട് പറന്നകന്നു പോകുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ താണി എന്നിലാരെന്ന്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ താണി എന്നിലാരെന്ന്. നിന്റെ അവസാനത്തെ യാത്ര കണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു, നിങ്ങൾ പോയാൽ ഈ ഭൂമി ലോകത്തിനിക്കാരാണെന്ന് അവളെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിൽ നിന്റെ 3-ാം ഫാത്തിഹ കഴിയലോടുകൂടി, നിന്റെ ഖത്മ കഴിയലോടുകൂടി നിന്നെ അവൾ മറക്കുകയാണ്. അനബൈത്തുൽ വഹിദാ അനബൈത്തുദ്ദൂദ് അനബൈത്തുൽ വഹ്ശാ. ഏകാന്തവാസത്തിന്റെ ഭവനത്തിലേക്ക് നമ്മെ പണയം വെക്കപ്പെട്ടു പോവുകയാണ്. ആ ഖബറകത്തേക്ക് എത്തിപ്പെടും വരെ ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിന്റെ അകത്തളത്തിലേക്ക് വെക്കപ്പെടും വരെ നിന്റെ മനുഷ്യ, എന്റെയും നിന്റെയും ആഗ്രഹങ്ങൾക്ക് പരിസമാപ്തിയില്ല. ഈ ദുനിയാവിൻ്റെ
സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിലെ അധികാരങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിന്റെ ബളബളപ്പിന് വേണ്ടി ഓടുന്ന മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കൽപ്പിച്ച മൂല്യം അറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളതാ പറയുകയാണ്, ത്വഹ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി ഖായിദുൽ ഖുദ്ദിൽ മുഹജ്ജലീൻ റസൂലുള്ളാഹി തങ്ങളതാ പറയുകയാണ്, വലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഉലാ. ഈ ദുനിയാവിന്, ഈ ഭൗതിക ലോകത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും, ഒരു കൊതുകിന്റെ ചിറകിന്റെ മൂല്യമെങ്കിലും അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, ദൈവനിഷേധികളെയും അഹങ്കാരികൾക്കും നന്ദികെട്ടവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിറ്റ വെള്ളം പോലും നൽകില്ലായിരുന്നുവെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദുനിയാവ് റബ്ബ് സുബ്ഹാനഹു വ തആല മൂല്യം കൽപ്പിച്ചിരുന്നുവെങ്കിൽ മോഡി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമായിരുന്നില്ല, തൃശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകുമായിരുന്നില്ല, അംബാനിയും അദാനിയും വിരാജിക്കുമായിരുന്നില്ല. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കുന്നവനും ധിക്കരിക്കുന്നവനും സുഖിമാനായി ജീവിക്കുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്തതിന്റെ പേരിലാണ് ദൈവനിഷേധികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്നവനും നന്ദികെട്ടവനും വെള്ളം കുടിച്ചു പോകുന്നത്. നിങ്ങൾക്കറിയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പുകളിൽ വെച്ച് അവൻ തൃപ്തിയുടെ നോട്ടം നോക്കാത്ത ഒരേ ഒരു വസ്തു ഈ ദുനിയാവ് മാത്രമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ലം യഖ്ലുഖു ഖൽഖൻ അബ്ഗള ഇലൈഹി മിനദ് ദുനിയാ. റബ്ബ് പടച്ച പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടമായത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത്, നാം തൊട്ടാൽ 7 വട്ടം കഴുകേണ്ടുന്ന നായയല്ല, പന്നിയല്ല, പിന്നെയോ ഈ ദുനിയാവാണ്, ഈ നശ്വരമായ ദുനിയാവാണ്, നാം വാരിക്കൂട്ടുവാൻ വേണ്ടി പിന്നാലെയോടുന്ന ഭൗതിക ലോകമാണ്. വഇന്നഹു മുൻദു ഖലഖഹാ ലം യൻദുർ ഇലൈഹാ. ദുനിയാവ് പടച്ചതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു റഹ്മത്തിന്റെ നോട്ടം ദുനിയാവിലേക്ക് നോക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ പൊരുത്തത്തിന്റെ നോട്ടം നോക്കാത്ത ഒരേ ഒരു പടപ്പ് അത് ദുനിയാവാണ് എങ്കിൽ, സഹോദരങ്ങളെ, അയൽവാസിയുമായി കലാപത്തിന് കൊടിയുയർത്തുന്നത് എന്തിന്റെ പേരിലാണ്? അതിര് തോണ്ടിയതിന്റെ പേരിലല്ലേ? വെള്ളക്ക വീണ് പോയതിന്റെ പേരിലല്ലേ? കോഴിയൊന്ന് വലചാടി അപ്പുറത്തേക്കൊന്ന് പോയതിന്റെ പേരിലല്ലേ? മുള്ളുവേലി കെട്ടാത്ത പുരയിടത്തിലേക്ക് വണ്ടി ഒന്ന് കയറ്റി പാർക്ക് ചെയ്തപ്പോഴേക്കും നിന്റെ ശുചായിത്തരം അങ്ങ് ഉയർന്നു വന്നുവെങ്കിൽ, ഇല്ല ഇല്ല, ഈ ദുനിയാവിന്റെ ഒരു ആഡംബരത്തിലേക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ല. സഹോദരന്മാരെ, കൊലപാതകം വർദ്ധിക്കുന്ന കാലഘട്ടം. ഞാൻ പറഞ്ഞില്ലേ, സുഡാനിൽ എന്തുകൊണ്ട് അധികാരികൾ സിവിലിയന്മാർക്ക് നേരെ നിറയൊഴിച്ചു, നാടുകടത്തി, കൊന്നുതള്ളി? ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അധികാരമാണ്, അവിടുത്തെ സ്വർണമാണ്. എന്തുകൊണ്ട് ഫലസ്തീന്റെ മക്കൾക്ക് മേൽ തീ തുപ്പി ഇസ്രായേൽ? ആതുരാലയങ്ങൾ തകർത്തു, ആരാധനാലയങ്ങൾ തകർത്തു, മാതാവിനെ പിച്ച് ചീന്തി, പിതാവിന്റെ കഴുത്ത് വെട്ടി, മക്കളെ കൊന്നുതള്ളി. ലക്ഷ്യം ദുനിയാവ് മാത്രം. ഈ കാലഘട്ടത്തെ ഇത് വന്ന് ഈ കളഛേദനം എന്തിന്റെ പേരിലായിരുന്നുവെന്ന് അവനറിയില്ല.
കൊന്നവനറിയില്ല. നൈമിഷികമായ വൈകാരികതയ്ക്ക് പിന്നിൽ അവൻ അങ്ങ് വല്ലാതെ തിളച്ച് മറിഞ്ഞിട്ട് ഉടവാൽ വലിച്ചൂരി അവൻ കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ്റെ കൂട്ടുകാരന്, അവൻ്റെ മാതാവിന്, അവൻ്റെ പിതാവിന്, അവൻ്റെ അയൽവാസിയെ, അവൻ അറിയുന്നവൻ്റെ കഴുത്തറുത്തു മാറ്റി ആ ശരീരം പിടഞ്ഞ് മരിച്ചപ്പോൾ ലാ യദ്രിൽ ഖാതിലു, അവനറിയില്ല ഫീമ ഖതല, എന്തിനാണ് ഈ കൊലപാതകമെന്നവൻ അറിയില്ല. വലൽ മഖ്തൂൽ ഫീമ ഖുതില, കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തേ ഞാൻ കൊല്ലപ്പെടാനുള്ള കാരണം, എന്തപരാധമാണ് ഞാൻ ചെയ്തു പോയതെന്ന് കൊല്ലപ്പെട്ടവൻ അറിയാതെ മരിച്ചു വീഴുന്ന കാലഘട്ടമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബത പറയുന്നു. ആ ഒരു കാലഘട്ടം വരാതെ ലോകം അവസാനിക്കില്ലെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കാലഘട്ടം സംജാതമായോ സഹോദരങ്ങളെ? വന്നു ആ കാലഘട്ടം. സഹോദരങ്ങളെ, നമുക്കറിയാം വെഞ്ഞാറമൂടുന്ന സ്ഥലത്ത് അഫ്ഫാൻ എന്ന മകൻ തന്റെ മാതാവിന്റെ തലക്കവൻ ഹാമർ വച്ചാഞ്ഞടിച്ചു. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തി, സ്വന്തം പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി, തന്റെ മാതാവിന്റെ പിതാവിനെയും കൊലപ്പെടുത്തി. എന്തിനു വേണ്ടിയായിരുന്നു? അവന് മറുപടിയില്ല. ഈ ഗസയിൽ അമ്മിഞ്ഞു നുകരുന്ന കുരുന്നു മക്കൾക്ക് നേരെ തീതുപ്പിയ ഇസ്രായേലുകൾക്ക് നെതന്യാഹുവിന് പറയാൻ ന്യായമില്ല. ഈ സുഡാന്റെ മണ്ണിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ എന്തിനാ ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. കൊന്നവന് എന്തിന് കൊന്നുവെന്നും കൊല്ലപ്പെട്ടവർക്ക് എന്തിന് ഞാൻ മരിച്ചുവെന്നും അറിയാത്തിടത്തോളം കാലം ആ ഒരു അവസ്ഥയിലേക്ക് കൊലപാതകം വ്യാപകമാകുന്ന കാലഘട്ടം വരാതെ ലോകം അവസാനിക്കില്ലെന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ കാലഘട്ടമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടമെങ്കിൽ സഹോദരങ്ങളെ, ലോകാവസാനം എത്ര അകലെയാണ് ഇനിയുള്ളത്? നിങ്ങൾക്കറിയുമോ? ഈ ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് ജീവിച്ചു പോയ ഒരുപാട് മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് സമാന്തരമായ റബ്ബാന്ന് വാദിച്ച ഫിർഔൻ എവിടെ? സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ എവിടെ? ഹാമാൻ എവിടെ? ശദ്ദാദ് എവിടെ? അല്ലാഹുവിന്റെ ഖലീൽ നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു, ഇബ്രാഹിം നിങ്ങൾക്ക് യാത്ര പോകാൻ താല്പര്യമുണ്ടോ? ഇബ്രാഹിം, അതേ റബ്ബേ താല്പര്യമുണ്ട്. എന്നാൽ ഒരുങ്ങിക്കൊള്ളുക, യാത്ര പോകാൻ തയ്യാറായിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു റൂട്ട് ഏതൊക്കെയാണെന്ന്. ആ മഹാൻ നീണ്ട യാത്ര പോയി. ആ യാത്രാമധ്യേ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരു വലിയ പാറ കാണുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ ഒരു വലിയ കോട്ട കാണുകയാണ്. ആ കോട്ടയുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ സഹോദരങ്ങള് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കോട്ട, അലങ്കരിക്കപ്പെട്ട കോട്ട, നല്ല സുന്ദരമായ വാതിലുള്ള കോട്ട, 2 കവാടവും തുറന്നിരിക്കുകയാണ്. ജനവാസ മേഖലയല്ല, ആൾപ്പാർപ്പുള്ള ഇടമല്ല. ഏകനായി യാത്ര ചെയ്യുകയാണ് ഖലീലുള്ളാഹ്. ആ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് അതാ കയറുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനുഭാവൻ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു കട്ടിൽ കാണുകയാണ്. ആ കട്ടിലിന്റെ മുകളിലാണെങ്കിലോ ഒരു ജനാസ കാണുന്നു. സുബ്ഹാനല്ലാഹ്. ആ ജനാസ ഏതാണെന്നറിയുമോ? നമ്മുടെ നാട്ടിലെ ജനാസ പോലത്തെ വെള്ളമുണ്ടുകൊണ്ട് പൊതിഞ്ഞ ജനാസയല്ല. തലയ്ക്കും അരയിലും കാലിനും 3 കെട്ടുകൾ കെട്ടിയ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അത്തറിന്റെ നനവുള്ള നിറമുള്ള കർപ്പൂരത്തിന്റെ വാസനയുള്ള ആ ഒരു ജനാസയല്ല. 70 ഹുല്ല,
70 അലങ്കാര വസ്ത്രങ്ങളെ കൊണ്ടാ കഫൻ പൊതിഞ്ഞിരിക്കുന്നത്. 70 ആഡംബര വസ്ത്രങ്ങളെ കൊണ്ടാണ് ആ മയ്യത്തിന് പൊതിഞ്ഞിരിക്കുന്നത്. വഇൻദ റഅസിഹി ലൗഹുൻ, അതിന്റെ തലഭാഗത്ത്, മയ്യത്തിന്റെ തലഭാഗത്തതാ ഒരു ബോർഡ് കാണാം. മക്തൂബുൻ അലൈഹി, ചില വരികൾ അതിന്റെ മുകൾ ഭാഗത്ത് എഴുതി വച്ചിരിക്കുകയാണ്. ഒരു ജനാസ, ഒരു കട്ടിൽ അലങ്കൃത വസ്ത്രങ്ങളാൽ പുതയ്ക്കപ്പെട്ട ആ ജനാസക്കരികിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ആ ബോർഡിൽ കാണാം ചില വരികൾ. അതിൽ ഒന്നാമത്തെ വരി അന ശദ്ദാദ് ഇബ്നു ആദ്, അന ശദ്ദാദ് ഇബ്നു ആദ്, ഞാൻ ആരെന്നറിയുമോ? ആദിന്റെ മകൻ ശദ്ദാദാണ്. ഈ ദുനിയാവിൽ സമാന്തരമായി സ്വർഗം പണിതവനാണ്. ഈ ദുനിയാവിൽ സമാന്തരമായി സ്വർഗം പണിത ശദ്ദാദിന്റെ ജനാസയാണത്. അതിൽ കാണാം ബഇസ്തു അൽഫസന, 1000 കൊല്ലം ഞാൻ ജീവിച്ചവനാണ്. വഹസംതു അൽഫ ജൈശ്, 1000 യുദ്ധം ചെയ്തവനാണ്. വതസവ്വജ്തു അൽഫ ബിക്രിൻ, എനിക്ക് 1000 കന്യകമാരായ ഭാര്യമാരുണ്ടായിരുന്നു. വഉലദലി അൽഫ വലദിൻ ദക്കർ, എനിക്ക് 1000 ആൺമക്കളുണ്ടായിരുന്നു. വബനൈതു ഇറമദത്തിൽ ഇമാദ്, ആധുനിക വിദ്യക്ക് തകർക്കാൻ കഴിയാത്ത ബലിഷ്ഠമായ ഭദ്രമായ ഭവനങ്ങൾ നിർമ്മിച്ച, കോട്ടകൾ നിർമ്മിച്ച വലിയ കഴിവുള്ളവനാ. പക്ഷേ ഫലമ്മ കുന്തു ഇൻദ മൗതി, എനിക്ക് മരണം ആസന്നമായപ്പോൾ ഇഹ്തൽതു ബിഹയലി കുല്ലിഹാ, ഞാൻ പഠിച്ച പണികൾ 18 പാഴ്ത്തി നോക്കി ഒന്ന് മരിക്കാതിരിക്കാൻ. വജമഅതു അത്തിബ അൽ അർളി ഫീ മംലകതി, എൻ്റെ അധികാര പരിധിയിലെ മുഴുവൻ ഡോക്ടർമാരെയും ഞാൻ വിളിച്ചു വരുത്തി. അവർ സർവരും പരിശോധിച്ചു എന്നെ, എല്ലാവരും പരിശ്രമിച്ചു ഞാനൊന്നും മരിക്കാതിരിക്കാൻ, എന്റെ മരണമൊന്ന് പിന്തിപ്പിക്കാൻ അവർ കഠിനാധ്വാനം ചെയ്തു. ഞാൻ രാജാവായത് കൊണ്ട് തന്നെ എനിക്കെന്തിനും കഴിയുമെന്ന വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു. അവർ ഫലം യഖ്ദിറു അലയ്യ അൻ യറുദ്ദു അലയ്യൽ മൗത്ത്, എൻ്റെ മരണത്തെ ഒന്ന് പിന്തിപ്പിക്കാൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, എൻ്റെ മരണമൊന്ന് പിന്തിപ്പിക്കാൻ അവർക്കൊരാൾക്കും സാധിച്ചില്ല. ഞാൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ശദ്ദാദ് എഴുതി വയ്ക്കുകയാണ്, ഫമൻ നളറ ഇലയ്യ, അതുകൊണ്ട് എൻ്റെ ഈ ജനാസ എന്നെങ്കിലും ആരെങ്കിലും ഒന്ന് കാണേണ്ടി വന്നാൽ, ഈ മലമുകൾ ഭാഗത്തേക്ക് ആരെങ്കിലും എന്നെത്തിപ്പെട്ടാൽ ഞാൻ പറയട്ടെ, ഫലാ തഗ്തറ ബിദ്ദുനിയാ, ഈ ദുനിയാവ് കണ്ട് നീ വഞ്ചിതനായി പോകണ്ട. ഈ ദുനിയാവ് കണ്ട് നീ വഞ്ചിതനായി പോകണ്ട. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا.
ഈ ദുനിയാവിൻ്റെ വഞ്ചനയെ തിരിച്ചറിഞ്ഞു പോയ ഒരുപാട് ബുദ്ധിമാന്മാർ തല്ലഖദ്ദുനിയാ, അവർ ദുനിയാവിനെ ഡിവോഴ്സ് ചെയ്തവരാണ്, ബന്ധവിച്ഛേദനം ചെയ്തവരാണ്. കാരണം ലിഅന്നഹാ ലൈസത് ലിഹയ്യിൻ വത്തനാ, യഥാർത്ഥമായ ജീവനുള്ളവർക്ക്, ആത്മാവുള്ളവർക്ക് ഈ ഭൂമി വാസയോഗ്യമല്ല.